എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, നന്മകൾ ചെയ്ത്, എന്തെങ്കിലും ഒരു നന്മകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ് നമ്മളെടുത്തുണ്ടാവണം. ഓരോരോ മാസങ്ങളും ദിവസങ്ങളും കടന്നു വരുമ്പോൾ പടച്ചവനെ എനിക്ക് നന്നാവാനുള്ളതാണ്. 64 വയസ്സുവരെ ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ 18 വയസ്സുവരെ ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ 30 വയസ്സുവരെ ഞാൻ ജീവിക്കുന്നു. ആ ജീവിതകാലത്ത് അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തഖ്വ ചെയ്ത് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ആഖിറ വിജയം രക്ഷപ്പെട്ടു പോയി. എല്ലാ നിലയിലും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ വിട പറയാനുള്ളവരാണ്. ആ വിട പറയുന്നതിന്റെ മുമ്പ് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തന്ന ഓരോരോ ആയുസ്സും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നടത്തം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം, നമ്മളെ ഇരുത്തം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം, നമ്മളെ നോട്ടം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം. ഓരോരോ സക്കനാത്ത് ഹറക്കാത്തുകൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചാൽ ഒരാളുടെ മനസ്സിലും പ്രയാസങ്ങളില്ലാതെ, ഒരാളുടെ മനസ്സിലും സങ്കടങ്ങൾ വെക്കാതെ, നമ്മളെ കൊണ്ടൊരാളും വേദനിക്കാൻ പാടില്ല, നമ്മളെ കൊണ്ടൊരാളും പ്രയാസപ്പെടാൻ പാടില്ല. നമ്മളെ മയ്യത്തും ചുമന്ന വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരെല്ലാം പറയണം, അല്ലാഹ് എത്ര നല്ല മനുഷ്യനായിരുന്നു, അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് വഴിയുണ്ടായിരുന്നു, എനിക്ക് റോഡുണ്ടായിരുന്നു, എനിക്കൊരു പ്രയാസമില്ലായിരുന്നു, എനിക്കൊരു അത്താണിയായിരുന്നു, ഞങ്ങളെ മഹല്ലത്തിന്റെ നേതാവായിരുന്നു, എല്ലാ ദീനീ ഖിദ്മത്തുകൾ ചെയ്യാൻ മുൻനിരയിലായിരുന്നു. എത്ര ചെറുപ്പത്തിലാ കൊണ്ടുപോയത്, എത്ര പെട്ടെന്നാ കൊണ്ടുപോയത്. പടച്ചവനെ, അയാളെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ആരും എന്നെ സഹായിക്കാനില്ലാത്ത സമയത്ത്, ആരും എന്നെ നോക്കാനില്ലാത്ത സമയത്ത്, ആരും എന്നെ സംരക്ഷിക്കാനില്ലാത്ത സമയത്ത് സുബ്ഹാനല്ലാഹ് എന്നെ സംരക്ഷിച്ചത് അയാളാണ്. അയാളുടെ വാക്കുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ചെയ്തത്. അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വീടുണ്ടാക്കിയത്. അയാൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്. എൻ്റെ കടിയിലൊന്നുമില്ലായിരുന്നു. 5 പണമില്ലാതെ ചെന്ന സമയത്ത് ആദ്യമായി പണമെടുത്ത് തന്നിട്ട്, അല്ലാഹു ഖൈറാക്കട്ടെ, ഒരു പ്രയാസമില്ല മോനെ, തുടങ്ങിക്കോ, കടങ്ങളുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പള്ളിയിൽ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ഈ മനുഷ്യന്റെ മനസ്സ് പൊട്ടുകയാണ്. പടച്ചവനെ, എന്നെ സഹായിച്ചവനാണല്ലോ അല്ലാഹ്, എനിക്ക് പണം തന്നവനാണ്, സംസാരം കൊണ്ട് എൻ്റെ കൂടെ നിന്നവനാണ്, ആരുമില്ലാത്ത സമയത്ത് എന്നെ സംരക്ഷിച്ചവനാണ്. അയാൾക്ക് പൊറുക്കണേ റബ്ബേ. മനസ്സിരുത്തിയിട്ട് ഒരാളുടെ ആമീൻ അല്ലാഹു കേട്ടുപോയാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപകാരം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഖൈറ്. അതല്ലേ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരാള് മദീന പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ അയാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു പോയി, അയാള് സ്വർഗത്തിലാണ്, ആ സ്വഹാബി സ്വർഗത്തിലാണ്. ആരംഭപ്പൂവായ മുത്തങ്ങ് പറഞ്ഞപ്പോ അതാ സദസ്സങ്ങ് പിരിഞ്ഞു. സ്വഹാബത്ത് മുഴുവനും അയാളെ പുറകിലങ്ങ് കൂടുകയാണ്. അയാളെ പുറകിൽ കൂടിയിട്ട് ചോദിക്കുന്ന മനുഷ്യ, ഇന്നത്തെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയത്,
ഞങ്ങൾ സ്വർഗത്തിലാ. കാരണം എന്തുകൊണ്ടാണെന്ന് ആ മനുഷ്യനോട് തിരക്കുമ്പോൾ ആ മനുഷ്യൻ കൈമലർത്തുകയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലാണെന്ന്. ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇതെനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. അയാളുടെ പുറകിൽ സ്വഹാബത്ത് കൂടി. അയാളെ നിസ്കാരം ശ്രദ്ധിക്കാൻ തുടങ്ങി, അയാളെ പെരുമാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങി, അയാളെ നടത്തം ശ്രദ്ധിക്കാൻ തുടങ്ങി, അയാളെ സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി, അയാളെ ഉറക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി, അയാളെ ഭാര്യയുമായുള്ള സമീപനം ശ്രദ്ധിക്കാൻ തുടങ്ങി, കുടുംബമായുള്ള സമീപനം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒന്നും അമിതമായി കണ്ടില്ല, ഒന്നും അമിതമായി കണ്ടില്ല. അവസാനം അയാളോട് ചോദിക്കുന്നു, ഞങ്ങളൊന്നും കണ്ടില്ല നിങ്ങളടുത്ത്. പള്ളിയുടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങളും പള്ളിയിലേക്ക് വരുന്നു, ഞങ്ങളും പള്ളിയിലേക്ക് വരുന്നു. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു. സ്വഹാബത്തിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കിടുന്നു, ഞങ്ങളും പങ്കിടുന്നു. എന്തേ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്? ഇത് ചോദിക്കുമ്പോൾ അയാള് പറയുന്ന എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അടുത്തൊരു നന്മയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു പ്രവർത്തനം അത് വല്ലാത്ത പ്രവർത്തനമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പടച്ച റബ്ബന്റെ കൂടെയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ സമയത്തിന്റെ പ്രയാസങ്ങള് അല്ലാഹുവിനോട് പറയുമ്പോ, എന്റെ വേവലാതി അല്ലാഹുവിനോട് പറയുമ്പോൾ, എന്റെ സങ്കടങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ എനിക്ക് തീരാറുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നു, സ്വഹാബത്ത് ചോദിക്കുന്നു, ആ സമയമേതാ? എന്തേ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നത്? ആ സമയത്ത് സ്വഹാബി പറയുന്നു, നട്ടപ്പാതിരാ സമയത്ത് ജൗഫുൽ ലൈലി, രാത്രിയുടെ നടുവില്, രാത്രിയുടെ ഉള്ളില് എല്ലാരും ശാന്തമായി കിടന്നുറങ്ങുമ്പോ ഞാൻ പുറത്തിറങ്ങിയിട്ട് അംഗശുദ്ധി വരുത്തിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഞാൻ വേവലാതികള്, എന്റെ ടെൻഷനുകള്, എന്റെ പ്രയാസങ്ങള് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന സമയമാണ്. ആരും കാണാതെ പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ കണ്ണൊലിപ്പിക്കുന്ന സമയമാ. സുബ്ഹാനല്ലാഹ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അയാൾ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം കണ്ടെത്തുന്നു. എന്റെ കാരണം നട്ടപ്പാതിരാ സമയത്ത് എല്ലാവരും ശാന്തമായി കിടന്നിറങ്ങുമ്പോ അയാളുടെ ജോലി ഏതാ? തഹജ്ജുദ് നിസ്കരിച്ച് അയാൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നു എന്നുള്ളതാണ്.